നമസ്കാരം. ഭഗവാനുമായി ബന്ധപ്പെട്ട ചില പ്രധാന സന്ദേശങ്ങൾ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഭഗവാൻ തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക്, ആ ഭാഗ്യം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ വീഡിയോ പൂർണ്ണമായും കാണുവാൻ സാധിക്കൂ. ഈ വീഡിയോ ഏവർക്കും അറിയുവാൻ സാധിക്കണം എന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് സമയമായിട്ടുണ്ട് എങ്കിൽ ഇത് തീർച്ചയായും കാണുവാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണിൽ പെടുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ഭാഗ്യശാലികളാണ് എന്ന് പറയാം. പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും മറുപടി പറയുകയും വരാൻ പോകുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് എന്ന് കാണുന്നു. ചിന്തിച്ചു നോക്കുവാൻ പോലും സാധിക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാവുകയോ അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സൂചന തന്നെയാണ് ഉള്ളത്. ഈ സമയം ഈ വീഡിയോ കാണുന്നത് അത് ഒരിക്കലും യാദൃശ്ചികമല്ല. ഈ വീഡിയോയിൽ പരാമർശിക്കുന്നതായ കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജീവിതത്തിൽ ഒരു പുതിയ വഴി, ഒരു പുതിയ അവസരം അല്ലെങ്കിൽ ഒരു വഴിത്തിരിവ് പോലുമാകാം. അത് കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായും ഈ കാര്യങ്ങൾ അറിയുവാൻ സാധിക്കും. നിങ്ങളുടെ ശ്വാസത്തിൻ്റെ ഗതി പോലും മാറുന്നതായ സാഹചര്യം വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് ഒരു പ്രത്യേകമായ പ്രകാശം, ഒരു പോസിറ്റീവായ ഊർജം ഈ വീഡിയോ കേൾക്കും തോറും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും. ഈ സമയം ഏവരും ഭഗവാനെ ഒരു നിമിഷം വന്ദിക്കേണ്ടത് അനിവാര്യമാണ്. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയോ ഭഗവാനോടുള്ള ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതുമാണ്. അല്ലെങ്കിൽ ജീവിതത്തിൽ ഒഴിഞ്ഞു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദുഃഖം അതും രേഖപ്പെടുത്താവുന്നതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പ്രധാനമായും സംഭവിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട സൂചന തന്നെയാണ്, അറിവ് തന്നെയാണ് ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകാനായി പോകുന്നത്. വളരെ കാലമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രയാസങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഉടനെ എന്ന് പറയുന്നില്ല, എന്നാൽ പതിയെ അത് അവസാനിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു. പല കാര്യങ്ങളെക്കുറിച്ചും സദാസമയം ചിന്തിച്ചിരിക്കുകയും എന്നാൽ ഭഗവാന് അർഹമായ സ്ഥാനം നിങ്ങൾ മനസ്സിൽ നൽകിക്കൊണ്ടിരിക്കുന്നവരാണ് എന്ന് പറയാം. സത്യത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾ സത്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തടസ്സങ്ങളും വേദനകളും പരാജയങ്ങളും ഇതെല്ലാം ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ഇതെല്ലാം കടന്നു വരുമ്പോൾ നിങ്ങളിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്ന് വന്നിട്ടുള്ളതായ ധൈര്യം അത് ചോർന്നു പോകാൻ പാടില്ല എന്ന കാര്യം ഓർക്കണം. ധൈര്യത്തോടെ തന്നെ നിലകൊള്ളേണ്ടത് അനിവാര്യം തന്നെയാണ്. ഈ സമയം ഭഗവാൻ പറയുന്നത്, നിങ്ങൾക്ക് പല കാര്യങ്ങളും മറ്റുള്ളവർ തടയുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ ഇനി നിങ്ങൾക്കെതിരെ അത്തരത്തിൽ പ്രവർത്തിക്കാനോ പല കാര്യങ്ങളിലും ഒരു തടസ്സം സൃഷ്ടിക്കുവാനോ സാധിക്കില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായ ആ ഇരുട്ട് അത് ജീവിതത്തിൽ നിന്നും അകന്ന് ഒരു പുതിയ പ്രകാശം ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ മനസ്സിലുള്ള വാക്കുകൾ അത് കൃത്യതയോടെ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന വാക്കുകൾ അത് സൂചനകൾ അത് സാധാരണമല്ല. ഭഗവാൻ നിങ്ങളിലേക്ക് നൽകുന്നതായ സന്ദേശങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ വിധി തന്നെ മാറ്റിമറിക്കുവാൻ സാധ്യതയുള്ള സന്ദേശം തന്നെയാണ് ഭഗവാൻ നൽകുന്നത്. ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങൾ തിരിയുന്നതായ സാഹചര്യമുണ്ട് എന്നും അതിന് അധികം കാലതാമസം നേരിടേണ്ടതായി വരില്ല എന്ന് കാണുന്നു. പല കാര്യങ്ങളിലും പ്രയത്നിച്ചിട്ടും എന്താണ് ഭഗവാനെ എനിക്ക് ഫലം നൽകാത്തത് എന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് അർഹമായ ഫലം ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഭഗവാന് മുന്നിൽ വച്ചിട്ടുള്ളതായ സാക്ഷാൽ പരമശിവന് മഹാദേവന് മുൻപിൽ നിങ്ങൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതായ ആ പ്രാർത്ഥനകൾ ജീവിതത്തിൽ നിറവേറുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. വിധി പോലും പലപ്പോഴും തുണയ്ക്കാതിരുന്ന നിങ്ങൾക്ക് വിധി പതുക്കെ അനുകൂലമായി തീരുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്.
ഈ സമയം നിങ്ങൾക്ക് ആവശ്യമുള്ളത് വിശ്വാസമാണ്. ആ വിശ്വാസം നിങ്ങളിലേക്ക് നിങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ തന്നെ തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ആരംഭം കുറിക്കുവാൻ സാധിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്നതായ ശക്തി അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹമാണ്, ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ പല കാര്യങ്ങൾ കൊണ്ടും ബലഹീനരായി തീർന്നു എന്നൊരു മുദ്ര പലരും നിങ്ങൾക്ക് മേൽ കുത്തിയിട്ടുണ്ട് എങ്കിൽ അത് കഴിഞ്ഞു പോയ സാഹചര്യങ്ങളാണ് എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുക. തീർച്ചയായും മറ്റാരേക്കാളും ശക്തരായി മുന്നോട്ട് പോകുവാനുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. അടിക്കടി നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ആത്മാവ്, ദൈവാംശമായ ആത്മാവ്, അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെ കൂടുതൽ ഉണർന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് കാണുന്നു. ഈ സമയം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കാത്തതായ ചില കാര്യങ്ങൾ കാണുകയും ആ സത്യം മറ്റുള്ളവർക്ക് പോലും അംഗീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം ഫലം നിങ്ങൾക്ക് ആർജിക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളിലേക്ക് ജ്ഞാനം കൂടുതലായി കടന്നു വരികയും ആ ജ്ഞാനം നിങ്ങൾക്കുള്ളിൽ കൂടുതൽ പ്രകാശപൂരിതമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുകയും നിങ്ങളെ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾക്ക് മേൽ അതൊരു കവചമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് മുൻപിൽ പല വാതിലുകളും, കൂട്ടിയടച്ച വാതിലുകൾ തുറക്കുകയോ, ഇരുട്ടാണ് എങ്കിൽ ആ ഇരുട്ടിന് മേൽ പ്രകാശം പരക്കുന്നതായ സാഹചര്യം വന്നു ചേരും. പലർക്കും നിങ്ങളെ അംഗീകരിക്കുവാൻ മടിയാണ് എന്നത് വാസ്തവം തന്നെയാണ്. അത് പലപ്പോഴും നിങ്ങൾക്ക് വിഷമങ്ങൾ സൃഷ്ടിച്ചു എങ്കിൽ അതിന് മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. പലരും നിങ്ങളെ അംഗീകരിക്കുവാൻ ആരംഭിക്കുകയാണ്. കാത്തിരുന്ന പലതും നിങ്ങൾക്ക് ശുഭകരമായി കടന്നു വരുന്നു എന്നത് വാസ്തവമാണ്. പലരും പറഞ്ഞു നിങ്ങൾക്ക് ചിലത് അസാധ്യമാണ് എന്ന്. ഒരു സമയത്ത് നിങ്ങളും അത് ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ അത്തരത്തിൽ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുള്ളതായ ചില ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങളാണ് എങ്കിലും വിധി നിങ്ങൾക്ക് അനുകൂലമാവുകയും അത് സഫലീകരിക്കപ്പെടുവാനുള്ള സാധ്യതകൾ തുലോം കൂടുതലാണ് എന്ന് പറയാം. നിങ്ങളുടെ വിധി തന്നെയാണ് ഭഗവാൻ ഇവിടെ മാറ്റി മറിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ചിന്തകളിൽ അത് പ്രകടമാകും. നിങ്ങളുടെ ശക്തിയിൽ നിങ്ങൾക്കത് ബോധ്യപ്പെടുന്നതായ സാഹചര്യം ശക്തി വർദ്ധിപ്പിക്കുകയും നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടാകുവാനും അത് സഹായകരമായി തീരും. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി, പ്രപഞ്ചം അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ തടസ്സപ്പെടുത്തുവാൻ പലരും ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. ഇനി അവർ അതിന് മുതിരില്ല, അതിനുള്ള ശക്തി അവരിൽ ക്ഷയിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ചുള്ള വിചിത്രമായ പല കാര്യങ്ങളും ഭഗവാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. പെട്ടെന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചില കാര്യങ്ങൾ കടന്നു വരുന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും. കാരണം ശുദ്ധമായ മനസ്സിന്റെ ഉടമകളായ നിങ്ങൾക്ക് പോസിറ്റീവായ ഊർജം കൂടുതലായും ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സാഹചര്യം വന്നു ചേരും. മറ്റുള്ളവർ കാണാത്തതായ പല കാര്യങ്ങളും നിങ്ങളുടെ കണ്ണുകളിൽ അകപ്പെടുന്നതായ സാഹചര്യം വന്നു ചേരും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രപഞ്ചം നൽകുന്നത് പുതിയ അറിവുകളാണ് എന്ന കാര്യം ഓർക്കുക. ഈ സന്ദർഭത്തിൽ, ഈ സമയത്തിൽ നിങ്ങൾ തീർച്ചയായും അത് ഭഗവാനിൽ നിന്നും അറിയുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം ഭഗവാൻ തന്നെ വിധിച്ചിരിക്കുന്നതായ കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ആത്മവിശ്വാസത്തോടെയും അതേപോലെ തന്നെ ധൈര്യത്തോടെയും ഇരിക്കുവാൻ സാധിക്കുകയും നിങ്ങൾ എന്താണോ അന്വേഷിച്ചു കൊണ്ടിരുന്നതായ കാര്യങ്ങൾ അത് നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതായ സാഹചര്യം രൂപപ്പെടാവുന്നതാണ്. തീർച്ചയായും ചില കാര്യങ്ങൾ മറ്റുള്ളവർ നിങ്ങളോട് തയ്യാറാകുന്നില്ല എങ്കിൽ, അത്തരം കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു എങ്കിൽ ഇത് തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻ നൽകുന്ന അനുഗ്രഹമാണ് എന്നതിനാൽ ചില കാര്യങ്ങൾ മറ്റുള്ളവർ ഒഴിവാക്കുവാൻ ശ്രമിച്ചിട്ടും അത് നിങ്ങളിലേക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടുകയും ചെയ്യാം. ഈ സമയം നിങ്ങളുടെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും
നീക്കം ചെയ്യപ്പെടുവാനുള്ള ചില സൂചനകൾ ലഭിക്കാം. അത് നിങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ഉത്തരം കടന്നു വരുന്ന സാഹചര്യമായിരിക്കും രൂപപ്പെടുക. ഈ സമയം എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ അത്ഭുതങ്ങൾ അത് കൃത്യതയോടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ സമയം വലിയ പ്രശ്നങ്ങൾ തന്നെ ജീവിതത്തിലുണ്ട് എങ്കിലും അത് തീരുന്നതായ സാഹചര്യം വന്നു ചേരാം. ഒരു അവസരം നൽകണം എന്ന് അത്രമേൽ പ്രാർത്ഥിച്ചിരുന്ന നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഭഗവാൻ ഒരുക്കുകയാണ്. ഈ സമയം നിങ്ങൾക്ക് ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ നിറവേറും എന്നതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ യോഗ്യത നിങ്ങൾക്കുണ്ടോ എന്ന് പോലും ചിന്തിച്ചിരുന്ന നിങ്ങൾക്ക് എനിക്കതിന് യോഗ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. നിങ്ങൾക്ക് തൃപ്തികരമല്ലാത്തതായ ചില കാര്യങ്ങൾ അത് തൃപ്തികരമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ആശയക്കുഴപ്പങ്ങളിലൂടെ മുന്നോട്ട് പോയിരുന്ന നിങ്ങൾക്ക് അത് നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ തടസ്സങ്ങൾ നിന്നിരുന്നു അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലാണ് എങ്കിലും തടസ്സങ്ങൾ സൃഷ്ടിച്ചിരുന്നു എങ്കിൽ അത് യാഥാർത്ഥ്യമാകുന്ന സാഹചര്യമായിരിക്കും രൂപം കൊള്ളുക. ഈ സമയം നിങ്ങൾ തീർച്ചയായും നിങ്ങളെ സംശയിക്കാൻ പാടുള്ളതല്ല. മറ്റുള്ളവരാൽ നിങ്ങളെ സംശയിക്കപ്പെട്ടാലും നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കാൻ മുന്നോട്ട് പോകേണ്ടതാണ്. അവിശ്വാസം പാടില്ല എന്നത് വാസ്തവമാണ്. മറ്റുള്ളവരാൽ മനസ്സിലാകാതെ പോകുന്നു എന്നത് വാസ്തവമാണ്. അതിന്റെ അർത്ഥം നിങ്ങളിൽ ഭഗവാൻ കഴിവ് പ്രദാനം ചെയ്തിട്ടില്ല എന്നല്ല. കഴിവില്ലാത്തവരാണ് എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ പാടുള്ളതല്ല. ഈ വാക്കുകൾ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹമില്ല എങ്കിൽ കേൾക്കുവാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് യോഗ്യത ഉണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് ഓരോ ചുവടിലും ഭഗവാൻ താങ്ങായി നിങ്ങൾക്ക് നിൽക്കുന്നത്. ഈ സമയം പ്രപഞ്ചം നിങ്ങളെ അനുഗ്രഹിക്കുന്നതായ സാഹചര്യമുണ്ട്. അത് നിങ്ങളുടെ തീരുമാനങ്ങളിൽ പ്രതിഫലിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആദരവ് നേടിയെടുക്കുവാൻ സാധിക്കും. ഓരോ സ്വപ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ബലപ്പെടുകയും വാക്കുകൾ അത് വെറും വാക്കുകളായി മാത്രം നിലനിൽക്കുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ വാക്കുകളും അത് സത്യസന്ധമായി മാറുന്നതായ സാഹചര്യങ്ങൾ കടന്നുവരും. നിങ്ങൾക്ക് ഉണരുവാനുള്ള സമയമായിരിക്കുന്നു എന്ന സന്ദേശം തന്നെയാണ് ഭഗവാൻ ഇവിടെ നൽകുന്നത്. നിങ്ങൾ കൂടുതൽ പ്രകാശപൂരിതമായി തീരുന്ന സാഹചര്യമുണ്ട്. അത് നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുന്ന വഴികളിലും പ്രതിഫലിക്കുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടും എന്നുള്ളതാണ്. നിങ്ങളുടെ വിധി തന്നെയാണ് ഈ സമയം നിങ്ങൾക്ക് പുതിയ വഴികൾ തുറന്നു തരുന്നത് എന്നത് വാസ്തവം തന്നെയായ കാര്യമാണ്. ഇപ്പോൾ ഈ വാക്കുകൾ നിങ്ങൾക്ക് ശ്രമിക്കാൻ സാധിച്ചത് അത് അവഗണിക്കരുത് എന്ന രഹസ്യമായ ഭഗവാന്റെ ആഗ്രഹം ഉള്ളതിനാൽ കൂടിയാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം മാറ്റത്തിന്റെ ലക്ഷണം അത് കടന്നു വരും. പ്രകാശത്തോടെ നിങ്ങളുടെ ജീവിതം കൂടുതൽ മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും നിങ്ങൾ എടുത്തു വച്ചിരുന്ന ചുവടുകൾ പിഴയ്ക്കുന്നു എങ്കിൽ അതിനൊരു മാറ്റം സംഭവിക്കാം. ലക്ഷ്യത്തിലേക്ക് എത്തുകയും നിങ്ങൾക്ക് അറിയാത്തതായ ആ ശക്തി അത് നിങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന സാഹചര്യം വന്നു ചേരും. ഈ സമയം പലരും നിങ്ങളെ വിശ്വാസത്തോടെ ചേർത്ത് പിടിക്കുവാനുള്ള ചില സാധ്യതകളുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ വിധി മാറുന്നു എന്നതും വാസ്തവമായ കാര്യം തന്നെയാണ്. ഈ സമയം നിങ്ങളോട് പറയുന്നതായ പല കാര്യങ്ങളും കേട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങളിലേക്ക് ഭഗവാൻ നൽകുന്നതായ ദിശ അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കാരണമായി തീരും. ഈ സമയം നിങ്ങളോട് ഭഗവാൻ പറയുന്നതായ കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങൾ തനിച്ചല്ല, പ്രപഞ്ചം തന്നെ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സന്ദേശം തന്നെയാണ്. അത് നിങ്ങൾ മുഖവിലക്കെടുക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ടതായ ചില കാര്യങ്ങൾ നടക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതായ കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാം. അത് നിങ്ങളുടെ ഒരു തിരിച്ചുവരവായി പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. വളരെ കാലമായി പോരാട്ടവീര്യം പുറപ്പെടുവിച്ചിരുന്ന നിങ്ങൾക്ക് അത് തുടരുവാൻ സാധിക്കും.
പലപ്പോഴും ആവശ്യത്തിന് പോലും ധനം ലഭിക്കാത്തതായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ബന്ധങ്ങളിൽ പോലും പണം വിള്ളലിന് കാരണമായിട്ടുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ, കഷ്ടതകൾ ഇതെല്ലാം ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന സാഹചര്യവും ധനപരമായ കാര്യങ്ങളും നിങ്ങളെ വല്ലാതെ തളർത്തിയിരിക്കുന്ന സാഹചര്യം പോലുമുണ്ട്. വീണ്ടും വീണ്ടും ചില അനുകൂല കാര്യങ്ങൾ മറ്റുള്ളവർ തടഞ്ഞു വയ്ക്കുന്നത് നിങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളുടെ ഫലം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളതായ നല്ല കർമ്മങ്ങളുടെ ഫലം, അത് നിങ്ങളുടെ ജീവിതത്തിൽ നൽകാൻ പോകുന്നു. അല്ലെങ്കിൽ ശുഭഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. നല്ല പ്രവൃത്തികൾ തന്നെയാണ് പലപ്പോഴും നിങ്ങൾ ചെയ്തിട്ടുള്ളത്. മറ്റുള്ളവർക്ക് പലവിധ സഹായങ്ങളും നിങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ അത് എന്ത് തന്നെയാണ് എങ്കിലും ജീവിതത്തിൽ തീർച്ചയായും അത് കൂടുതൽ ഗുണകരമായി തീരുന്ന കാര്യങ്ങളായി തീരാം. നിങ്ങൾ പ്രധാനമായും നിങ്ങളുടെ ചിന്തകൾ അതിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നത് ശുഭകരമായി തീരുന്നതല്ല. അതിനാൽ ചിന്തകളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തപ്പെടേണ്ടത് അനിവാര്യം തന്നെയാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കാത്ത സാഹചര്യമുണ്ട് എങ്കിൽ അംഗീകരിക്കപ്പെടേണ്ട സാഹചര്യം അത് നിങ്ങളിലേക്ക് നിർബന്ധമായും വന്നു ചേരാം. ഈ സമയം ഒരു കാര്യത്തിനുമായും ഒരു കാത്തിരിപ്പ് നിങ്ങൾക്ക് വേണ്ടതില്ല എന്ന് കാണുന്നു. നിങ്ങൾക്ക് അർഹമായത് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ തന്നെ കൊണ്ടുവരുന്ന സാഹചര്യം രൂപപ്പെടാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് അത് ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായ കാര്യങ്ങൾ തന്നെയാണ്. വർഷങ്ങളായി ആഗ്രഹിച്ച ചില കാര്യങ്ങളെ നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം നിങ്ങൾ ഭഗവാനിൽ പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് പോകണം. ഇതെല്ലാം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായി നിങ്ങൾ കണക്കാക്കേണ്ടതാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം കടന്നു വരുമ്പോൾ അതിനു നേരെ മുഖം തിരിക്കാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. ഈ സമയം പ്രാർത്ഥനകൾ യാഥാർത്ഥ്യമാകുന്ന സമയമാണ്. വിശ്വാസത്തോടെ തന്നെ, ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചു തന്നെ ഭഗവാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന ബോധ്യത്തോടെ തന്നെ മുന്നോട്ട് പോവുക. അതിനാൽ പല കാര്യങ്ങളും നടക്കുവാൻ സമയം കുറിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം.